അങ്ങനെ നമ്മുടെ ലക്ഷ്മിപ്രിയ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. ലക്ഷ്മിപ്രിയ രംഗത്ത് വന്നിരിക്കുന്നത് മലയാള സിനിമയിലെ അൻസിബയ്ക്കെതിരെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. കേരളത്തിലെ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു അമ്മ എന്ന് പേരിടുകയും എല്ലാം പുരുഷന്മാർ തന്നെ കൈയടക്കി വെക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടിനെതിരെ നീതിമാന്മാരും സാഹിത്യകാരന്മാരും അതുപോലെ സാമൂഹ്യ പ്രസക്തരും സോഷ്യൽ ആക്ടിവിസ്റ്റും അടക്കമുള്ളവർ എല്ലാവരും കളിയാക്കിയപ്പോഴേ മമ്മൂട്ടിയും മോഹൻലാലും കൂടി തീരുമാനിച്ചിട്ടുണ്ടാവും എങ്കിലൊരു പണി തിരിച്ചു തന്നെ കൊടുക്കാമെന്ന്. അങ്ങനെ മുഴുവൻ പദവികളിലേക്കും വനിതാ രത്നങ്ങളെ നിയമിച്ചു. അങ്ങോട്ട് നിയമിച്ചതിന് ശേഷം പിന്നീട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ വളരെ ഗംഭീരനും ഉശിരനും ഉഷാറുമായ കാര്യങ്ങളാണ്. ആ കൂട്ടത്തിലാണ് തീവ്രവാതകം വന്നിരിക്കുന്നത് നമ്മുടെ ലക്ഷ്മിപ്രിയ മോളാണ്. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. ചക്കച്ചിഹ്നത്തിൽ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് ഒടുവിൽ ചക്കച്ചിഹ്നം കിട്ടാതെ വരികയും വോട്ടർ പട്ടികയിൽ പേരില്ലെന്നറിഞ്ഞപ്പോൾ നമ്മുടെ ജെട്ടി സാബു സാറിനോടൊപ്പം തുറന്ന ജീപ്പിൽ കയറി നിന്ന ആൾ ഇറങ്ങി പോരുന്ന മനോഹരമായ കേരളം കണ്ട കാഴ്ചയുടെ ഒക്കെ ഒരു നേർപതിപ്പായ ലക്ഷ്മിപ്രിയ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അൻസിബയ്ക്ക് പിന്നിലുള്ള വർഗീയ തീവ്രവാദികളെക്കുറിച്ചാണ്. ഏതായാലും ലക്ഷ്മിപ്രിയ പറയുന്നതൊന്ന് കേട്ടിട്ട് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് പറയാം. അൻസിബ കോടതിയെ സമീപിച്ചോട്ടെ, പക്ഷേ ഞാൻ എന്താണെങ്കിലും 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ തന്നെ എന്റെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആണ് അദ്ദേഹം അടിപൊളി അഡ്വക്കേറ്റ് അല്ലേ, കിടുക്കാച്ചിയാണ് അഡ്വക്കേറ്റ്. അപ്പോൾ ഏതായാലും ദേ ബാക്കിയുടെ നാളെ തന്നെ ഞാൻ 10 കോടി രൂപയ്ക്ക് കേസ് ഫയൽ ചെയ്യുകയാണ്. കാരണം ഞാൻ വളരെ നിസ്സാരമായിട്ട് രണ്ടുപേര് തമ്മിൽ ഫോണിൽ 2 മിനിറ്റിൽ ഫോണിൽ തീരുമായിരുന്ന ഒരു പരാതി, ഒരു കാര്യം മോൾ എന്തുകൊണ്ട് ഇങ്ങനെ എന്റെ ഫോണിലേക്ക് അയച്ചു എന്ന് ചോദിക്കുമ്പോൾ 2 മിനിറ്റിൽ അത് പറഞ്ഞു തീർക്കാമായിരുന്ന ഒരു കാര്യം പറയാനോ എനിക്ക് കൃത്യമായിട്ടൊരു ആൻസർ തരാനോ തയ്യാറാകുന്നില്ല. 1 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു പരാതി കൊടുക്കേണ്ടി വന്നത്. പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന അൻസിബ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഈ ഇത്തരത്തിലൊരു വലിയ സംഭവമാക്കി എന്റെ പ്രതിച്ഛായയെ ഇകഴ്ത്തുന്ന അതാണ് സഹിക്കാൻ വയ്യാത്തത്. ആ പ്രതിച്ഛായക്കാണ് 10 കോടി രൂപ. എന്നിലെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ എന്തിന് 10 വയസ്സുള്ള എന്റെ മകൾക്ക് ഏകദേശം എന്റെ പൊക്കമുണ്ട്, എന്റെ പൊക്കമുള്ള എന്റെ മകളെയും കൂടി അധിക്ഷേപിച്ചുകൊണ്ട് ആ കുട്ടി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. തൃപ്പൂണിത്തുറ വനിതാ SI-യുടെ മേശപ്പുറത്ത് ഇതേ മീഡിയാസ് നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേശപ്പുറത്ത് കയറി ഇരുന്ന് കളിച്ചു എന്ന് വരെ പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡ് എനിക്കെതിരെ വളരെ മോശമായിട്ട് ആ കുട്ടിയോട് പറഞ്ഞു എന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ അധിക്ഷേപങ്ങളും ഞാൻ എല്ലാ മീഡിയയുടെയും റിപ്പോർട്ട്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ നാളെ തന്നെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാണ്. എന്റെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആണ്. അദ്ദേഹം മുഖാന്തരം ഞാൻ 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുക്കും. ബാക്കിയൂടെ ഉണ്ട്, അതുകൂടെ കേൾക്കാം. അൻസിബ വിചാരിച്ചാൽ തകർന്നു പോകുന്ന ഒരാളല്ല ലക്ഷ്മിപ്രിയ. പക്ഷേ അൻസിബയുടെ പിന്നിൽ കൃത്യമായിട്ടും അജണ്ടയുണ്ട്. ഇവിടുത്തെ മതവർഗീയവാദികൾ അൻസിബയുടെ പിന്നിൽ ഉണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. മതവർഗീയവാദികൾ സത്യമാണ്. അൻസിബയോടൊപ്പം വിവിധ സിനിമകളിൽ അഭിനയിച്ച ബഹുമാന്യനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, കാന്തപുരം AP അബൂബക്കർ ഉസ്താദ്, നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ, പിന്നെ വിവിധ മുജാഹിദുകളുടെ ഭാരവാഹികളായ വിസ്ഡത്തിൻ്റെ TK അഷ്റഫ് സാഹിബ് അടക്കമുള്ള നിരവധിയായ ആളുകൾ അൻസിബയോടൊപ്പവും സിനിമാ മേഖലയിലും വളരെ സജീവമായി നിൽക്കുന്ന ആളുകളാണ്. അവരിൽ പലരും ഈ പറഞ്ഞതുപോലെ ഈ അൻസിബയും ലക്ഷ്മിപ്രിയയും തമ്മിലുള്ള ആ ഏർപ്പാടിൽ അതിൻ്റെ പിന്നിൽ അണിനിരന്ന് അൻസിബ സിന്ദാബ എന്ന് പറഞ്ഞ് അവർ പുറകിൽ നീങ്ങുന്നുണ്ട്. അവരെല്ലാവരും കൂടെ അണിനിരന്നുകൊണ്ടാണ് ലക്ഷ്മിപ്രിയയെ ഇങ്ങനെയൊക്കെ അൻസിബ കാണിക്കുന്നത്. അതുകൊണ്ട് ഉടൻ തന്നെ മറുവശത്ത് ഇതിനോട് ഈ മതവർഗീയവാദികൾ, അൻസിബയുടെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന മതവർഗീയവാദികളെ എതിർക്കുന്നവർ ലക്ഷ്മിപ്രിയയുടെ മുന്നിൽ അണിനിരന്ന് ഈ 10 കോടി രൂപ വിലയുള്ള പ്രതിച്ഛായ സംരക്ഷിക്കാനും ലോകത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന അഭിഭാഷകനായ കൃഷ്ണരാജിൻ്റെ നേതൃത്വത്തിൽ കേരള ഹൈക്കോടതി കിടുങ്ങും വിധം കൊടുക്കാൻ പോകുന്ന മാനനഷ്ട കേസ് അടക്കമുള്ള കാര്യങ്ങളിൽ ലക്ഷ്മിപ്രിയയോടൊപ്പം നിൽക്കേണ്ടതാണ്. കാരണം ലക്ഷ്മിപ്രിയ അങ്ങനൊരു നല്ല ക്വാളിറ്റിയുള്ള ഈ പറഞ്ഞതുപോലെ ആർക്കും അസൂയ തോന്നുന്ന വ്യക്തിത്വത്തിനുടമയാണ്. അത്രമേൽ പ്രതിച്ഛായയുണ്ട്,
നമ്മുടെ യശ്മിപ്രിയയ്ക്ക്. ആ പ്രതിച്ഛായയാണ് തകർത്തെറിഞ്ഞുകൊണ്ട് ഈ മതവർഗീയവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട്, അതായത് സുന്നി, ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദ് അടക്കമുള്ള സിനിമാ മേഖലയിൽ നിരവധി വർഷങ്ങളായി വിവിധ തരം നിർമ്മാണ പ്രവർത്തനങ്ങളും സംവിധാനവും അഭിനയവും നിർവഹിക്കുന്ന ഇവരെല്ലാവരും കൂടി അൻസിബയുടെ പിന്നിൽ അണിനിരന്നിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഈ പറഞ്ഞതുപോലെ യശ്മിപ്രിയയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും രംഗത്തിറങ്ങണമെന്ന് വിനീതമായി ഞാനും അഭ്യർത്ഥിക്കുന്നു.